നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ വില ഉയർന്നു. റബ്ബർ ലഭ്യതയിൽ കുറവ്. പകൽ താപനില ഉയർന്നതോടെ റബ്ബർ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത കുറഞ്ഞു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കർഷകർ ടാപ്പിംഗിൽ നിന്നും പിൻവലിഞ്ഞത് വിപണികളിൽ റബ്ബർ ക്ഷാമം രൂക്ഷമാക്കി. ടയർ വ്യവസായികൾ കൊച്ചിയിൽ 4-ാം ഗ്രേഡ് റബ്ബർ വില കിലോ 213 രൂപ വരെയും ഉയർത്തി. 5-ാം ഗ്രേഡ് 210 രൂപയിലും വിപണനം നടന്നു. ലാറ്റക്സ് 132 രൂപയിലും ഒട്ടുപാൽ 145 രൂപയിലുമാണ്. ബാങ്കോക്കിൽ ഷീറ്റ് വില 214 രൂപയിലാണ്. റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ വാരാന്ത്യം നിക്ഷേപകർ ലാഭമെടുപ്പിന് മുൻതൂക്കം നൽകി. ഒസാക്കയിൽ റബ്ബർ കിലോ 357 യെന്നിൽ നിന്നും 345 ലാഭമെടുപ്പിൽ ഇടിഞ്ഞ ശേഷം 346 യെന്നിലാണ്. സാങ്കേതികമായി വിപണി ദുർബലാവസ്ഥയിലേക്ക് മുഖം തിരിച്ചു. ഇതിനിടയിൽ ചൈന ലൂണാർ പുതുവത്സര ആഘോഷങ്ങളിലാണ്. ഒരാഴ്ച നീളുന്ന അവധി ദിനങ്ങൾക്ക് ശേഷമേ ഇനി ബെയ്ജിങ്ങിൽ നിന്നുള്ള വ്യവസായികൾ രാജ്യാന്തര റബ്ബറിൽ താൽപ്പര്യം കാണിക്കൂ. പ്രതികൂല കാലാവസ്ഥയിൽ റബ്ബർ ഉൽപ്പാദനം കുറഞ്ഞതോടെ ടയർ കമ്പനികൾ വിലയുയർത്തിയിട്ടും വേണ്ടത്ര ഷീറ്റ് കണ്ടെത്താനായില്ല. റബ്ബർ വില കൂടണേ, പ്രാർത്ഥനയിൽ കർഷകർ. ഉൽപ്പാദനക്കുറവിൽ റബ്ബർ വില വീണ്ടും കൂടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പോയ വാരം കിലോ 6 രൂപ കൂടി. 4 ആഴ്ചക്കിടയിൽ കിലോയ്ക്ക് 17 രൂപയാണ് കൂടിയത്. ഉൽപ്പാദനക്കുറവിൽ വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറഞ്ഞതോടെ അത്യാവശ്യക്കാരായ ടയർ കമ്പനികൾക്ക് വേണ്ടി വിതരണക്കാർ വിലയുയർത്തി. ടയർ കമ്പനികളുടെ ഡിമാൻഡിൽ റബ്ബർ വില വീണ്ടും കൂടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. രാജ്യാന്തര വില 200 കടന്ന സാഹചര്യത്തിൽ ടയർ കമ്പനികൾ വില ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും. അവധി വ്യാപാരത്തിൽ ചൈന 214, ടോക്കിയോ 204, തയ്യാർ നിരക്കിൽ ബാങ്കോക്ക് 217 രൂപയാണ് വാരാന്ത്യം രേഖപ്പെടുത്തിയത്. ബാങ്കോക്കിൽ RSS 4 കഴിഞ്ഞ വാരം കിലോയ്ക്ക് 17 രൂപ കൂടിയപ്പോൾ കൊച്ചിയിൽ 20 രൂപയെങ്കിലും കൂടേണ്ടതായിരുന്നുവെന്നാണ് കർഷകരുടെ പ്രതികരണം. കഴിഞ്ഞ വർഷം റബ്ബറിന് 250 രൂപ കിട്ടിയ സാഹചര്യത്തിൽ ഉൽപ്പാദനക്കുറവിലും ടയർ കമ്പനികളുടെ ഡിമാൻഡിലും 250 രൂപയിൽ കൂടുതൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷക സമൂഹം. കേരളത്തിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ടാപ്പിംഗ് നിർത്തിയിരിക്കുകയാണ്. ചൂട് കൂടി ഇപ്പോൾ ഷീറ്റ് ഉൽപ്പാദനം കുറഞ്ഞിരിക്കുകയാണ്. ക്ഷാമം തന്നെയാണ്. അപ്പോൾ വില കൂടാനുള്ള സാഹചര്യമാണ് ഉള്ളത്. റബ്ബർ വില കൂടാതെ റബ്ബറിനെ കുറിച്ചുള്ള മറ്റ് കാര്യങ്ങൾ, അതായത് വില കൂടുമോ, ഇപ്പോഴത്തെ വിപണി സാഹചര്യങ്ങൾ, അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ രാത്രിയിലുള്ള 7 മണിക്കുള്ള വീഡിയോ കണ്ടാൽ മാത്രം മതി. പലരും ചോദിക്കും വില കൂടുമോ കുറയുമോ എന്നുള്ളത്. അപ്പോൾ എല്ലാ ദിവസവുമുള്ള ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.